അപ്പൊ കൂട്ടുകാർ ഇവരാണ് പാത്രി പൊന്നു ജെയിംസ് ബോണ്ട് സ്റ്റൈലിലാട്ടോ ഇറങ്ങിയേക്കുന്നേ. എന്റെ കൂട്ടുകാരെ എനിക്ക് വാഷ്റൂമിൽ പോണട്ടോ. ഇല്ല ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇത് പൊട്ടിക്കാനായി പോയതായിരിക്കും. എനിക്ക് ഇവിടെ പിടിച്ചിട്ടുണ്ടോ പാലൊക്കെ ഇന്നലെ മേടിച്ചു വെച്ചാൽ നമ്മളെ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് കുഞ്ഞിപ്പെണ്ണിന്. ഇന്ന് രാവിലെ മൊത്തം റഷ കൂട്ടുകാരെ, അതിനിടയ്ക്ക് ഒരു പണി കിട്ടി. ഒരു ഫോട്ടോ കോപ്പി കൂടി എടുക്കാനുണ്ടായിരുന്നു നമുക്ക്. ഈ എന്തായിരുന്നു പാസ്പോർട്ടിന്റെതും അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മെയിൽ നമ്മള് ഒരു പ്രൂഫാണ്, അതും കൂടി നമ്മള് എന്തെടുത്ത് വെക്കണം, ഫോട്ടോ കോപ്പി എടുത്ത് നമ്മുടെ കൈ വെക്കണമായിരുന്നു. പക്ഷെ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് അത് അറിഞ്ഞത്. അപ്പൊ നമ്മൾ അതിനു വേണ്ടി പൊക്കോണ്ടിരിക്കാണ്. അപ്പൊ അതിനു വേണ്ടി പോയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിന്നെ വേണം ലെസ്റ്ററിന് പോകാൻ കേട്ടോ. ഈ പെണ്ണ് കക്കൂട്ടോ, അതാരണം എന്നാണ് നല്ല ഉടുപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. നിന്റെ ഷൂട്ടർ പണിയൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. 1 മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് നീ കക്കു. എന്ത് പടാനേ ഉണ്ട് നമ്മൾ ചക്കരക്കുറ്റിക്കൊക്കെ വിടുവാണോ? അവള് ഭയങ്കര കാഴ്ചയാണോ, ബിസിയാ. എന്റെ കൂട്ടുകാര് ശരിക്കും സന്തോഷം ഉണ്ട് കേട്ടോ. പാസ്പോർട്ടിന് കൊടുക്കാൻ പോവാണല്ലോ. എനിക്കിപ്പോ എന്റെ പാസ്പോർട്ടിന് കൊടുത്തല്ലോ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. ഇത്ര നാളെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ഇനി കൊടുത്തിട്ടൊക്കെ എപ്പ വരാനാന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ഇപ്പൊ കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി അത് കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കും. ഫസ്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷമാണ് പാസ്പോർട്ട് വരുവുള്ളൂ. വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ ചേ? ഇനി അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, വല്ലാത്തൊരു കാത്തിരിപ്പ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കഴിക്കാൻ വേണ്ടി കോൺഫ്ലേക്സ് എടുത്തിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇച്ച ഫോട്ടോ കോപ്പി എടുക്കാൻ ഇച്ച മാത്രം പോയി. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര പാടാട്ടോ. അവൾക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെടുത്തില്ല. കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം കുറേ ഇങ്ങനെ ഈ അത്തറിൻ്റെ ഒക്കെ സ്മെല്ലില്ല, അതങ്ങ് അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയില്ല. അപ്പം ഞാൻ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത കാരണം ഞാനിവിടെ ഇരുന്നിട്ട് എന്നാൽ കഴിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പാലൊക്കെ എടുത്തിട്ടോ. പാലിന് നല്ല കാലം. പാലൊക്കെ ഇന്നലെ മേടിച്ച് വെച്ചാൽ നമ്മളപ്പോൾ പാലൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പം കഴിക്കട്ടെ കേട്ടോ. പാല് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അയ്യോ എന്നെ നെറ്റ് കയറി എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു എൻ്റെ മുടി കൊഴിയുന്നുണ്ടോ. നല്ലോണം പൊഴിയുന്നുണ്ട് കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് വേണം മമ്മീൻ്റെയും കുഞ്ഞേച്ചീൻ്റെയും എന്തെങ്കിലുമൊക്കെ ഹോം റെമഡീസ് എടുത്തിട്ട് തലയൊന്ന് സെറ്റാക്കാൻ. നമ്മൾ കോൺഫ്ലേക്സിൽ പഞ്ചസാര ഇട്ടിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് തുടങ്ങി. അപ്പം ഞാൻ നല്ലപോലെ പാൽ വയ്ക്കുവേ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ പാല് കിട്ടും രാവിലെ, പാലും മുട്ടയൊക്കെ. ഞാൻ എന്നിട്ട് മേടിച്ചിട്ട് കൂട്ടുകാർക്ക് കൊടുക്കും. എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ കൂട്ടുകാരെ, പ്രിന്റ് ഒക്കെ എടുത്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ ഏകദേശം എത്ര അയച്ചേ? പകുതി ആയില്ലേ? പകുതി കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് കൂടെ. പക്ഷെ നമ്മുടെ വണ്ടിയിൽ എണ്ണ ഭയങ്കര കുറവാണ്. നമുക്കാണ് പമ്പ് കുറെ നേരമായിട്ട് നോക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളിവിടെ കുറെ നേരമായിട്ട് പെട്രോൾ പമ്പ് അന്വേഷിക്കുന്നത്. നമുക്ക് ഇവിടെ അടുത്തൊന്നും പെട്രോൾ പമ്പില്ല. ഇവിടെ കാണിക്കുന്നത് 8 മൈൽ അപ്പുറം എങ്ങാണ്ട് അല്ലേ ചേ? 8 മൈൽ പോണം. അതായത് അരമണിക്കൂറായി നോക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ വരുന്ന വഴിയിൽ എവിടെയും പമ്പില്ല. ഇനി അവിടെയാണ് പെട്രോൾ പമ്പ് ഉള്ളൂന്നാണ് മാപ്പ് പറയുന്നത്. ഗൂഗിൾ മാപ്പിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വെക്കണ്ടായിരുന്നോ പെട്രോൾ പമ്പ്? എന്തേലും മൃഗത്തിനെ കൊണ്ടുപോകുന്ന വണ്ടിയാ തോന്നുട്ടോ ഇത്. ഇങ്ങനത്തെ വണ്ടിയിലാണ് കുതിരേനെ കൊണ്ടുപോകും ഇവിടെ. അണ്ടിട്ട് അമ്മാനെ വിരളണ്ണി കിടക്കുവാനോ, പാറ്റിച്ചുവാനോ? ഉറക്കത്തിലാട്ടോ, പ്രാർത്ഥിക്കുവാണോ? അപ്പൊ കൂട്ടുകാരെ, നമ്മളിത് പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം പമ്പ് കണ്ടുപിടിച്ചു. അടിച്ചോ കുഞ്ഞിപ്പെണ്ണ് എണീച്ചപ്പോ ഞാനൊന്ന് ഫീഡിങ് ചെയ്യട്ടെ. എന്താണ് പരിപാടി ഇവിടെ? പൊങ്ങിയോ? നല്ലോണം ഒങ്ങിയാണോ? ആണോ? മൂക്കാര മാന്തി വെച്ചിവിടെ. ആരാന്ന്? അപ്പൊ വന്നു
പോവാം. എന്റെ കൂട്ടുകാരന്റെ മൂക്കിൽ ഒരു കുരു വന്നിട്ട് നോക്കി, അത് പൊട്ടിച്ചിട്ടും ഇല്ല. ഞാന് നീ പൊട്ടിച്ചിട്ടല്ല? ഇല്ല, ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇത് പൊട്ടിക്കാൻ അതിന് പഴുത്തില്ലായിരുന്നോ? എത്താനായി എത്താനായി എത്താനായി. നമ്മൾ ഏത് നിമിഷവും എത്തും. 2 മിനിറ്റ്, വെറും 2 മിനിറ്റ്. ഇനി വെറും 2 മിനിറ്റും കൂടി ഉള്ളു കൂട്ടുകാരെ, നമ്മളിപ്പൊ എത്തും കേട്ടോ. നമ്മളിപ്പോ ഏകദേശം ലെസ്റ്ററിന്റെ ടൗണിലുള്ള ടൗണിലൂടെ വന്നേപ്പോ. ആ കിളിയേ കൂടെ ഇവിടെ. നമ്മളെത്തി. 1 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ സ്കൈ ബേബി റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ടുണ്ടടി, നമുക്ക് ഇവിടെ ഒരു പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ബിൽഡിംഗ് ആണ് ഇതിനകത്ത്. കണ്ടോ ഇവിടെ കൊറേ കളറുള്ള ബിൽഡിംഗ് ഉണ്ടോ? ഈ ബിൽഡിംഗ് തന്നെയാണെന്ന് അറിയത്തില്ല. ഇതിലെവിടെയാണ് ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത്, നമ്മൾ എവിടെയാന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. നമ്മൾ ഇതിനെ കണ്ടുപിടിക്കണം. ഇനി നമ്മള് കറക്റ്റ് ടൈം ആവാനായിട്ടുണ്ട്. ഇനി 5 മിനിറ്റും കൂടി ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഞങ്ങളിവിടെ എത്തിയിട്ടോ. ഞങ്ങളിവിടെ എത്തിയിട്ട് വെയിറ്റിംഗ്. ഇവിടെ ഫോണും ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണാം. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തട്ടോ. ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു. എന്റെ പൊന്നെ, ഇനി കാത്തിരുന്നാ മതി. നീയിപ്പോ കൊടുത്തു. നമ്മൾ കൊടുക്കാണ്ടിരുന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഒരു 6 വീക്ക് തൊട്ട് 8 വീക്ക് വരെ എടുക്കും പാസ്പോർട്ട് വരാൻ. അങ്ങനെയാണ് പറഞ്ഞത്. ഫസ്റ്റ് ബസ് സർട്ടിഫിക്കറ്റ് വരാൻ വേണ്ടിട്ട് 4 വീക്ക് ഏകദേശം ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് ബസ് സർട്ടിഫിക്കറ്റ് വന്നിട്ട് പിന്നെ ബസ് സർട്ടിഫിക്കറ്റ് പിന്നെ അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 6 വീക്ക് കൂടി എടുക്കും. അങ്ങനെയാട്ടോ പറഞ്ഞേ. അയ്യോ, അപ്പൊ 2 മാസമൊക്കെ സമയം എടുക്കൂലേ? അപ്പൊ ടിക്കറ്റ് എടുക്കാത്തതാണ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ. പൊന്നുവിന്റെ ഉടുപ്പ് കണ്ടോ? പൊന്നു ഒന്ന് ജെയിംസ് ബോണ്ട് സ്റ്റൈലിലാട്ടോ ഇറങ്ങിയേക്കുന്നേ. ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലായിരുന്നോ? ബർത്ത്ഡേക്ക് വാങ്ങിക്കുന്നല്ലേ? ബർത്ത്ഡേക്ക് ഒരു കുഞ്ഞു ഉടുപ്പ് വാങ്ങിക്കൊടുത്താ പൊന്നുവിന്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചെന്ന ഷൂവാ അല്ലേ? കഴിഞ്ഞ ബർത്ത്ഡേക്ക് മേടിച്ചെന്ന ഷൂ ഈ ബർത്ത്ഡേന്റെ ഉടുപ്പും. നമ്മൾ അൽദി വന്നു. അൽദിന്ന് കുറച്ച് സാധനം വാങ്ങിക്കണം, കുറച്ച് കറി വെക്കാന്. എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോയാല് സൂപ്പറായിട്ട് കറി വെക്കാം. ഞാൻ വരണോ? ഞാൻ അവിടെ പോയിട്ട് വരാം. അപ്പൊ കൂട്ടുകാരെ, പൊന്നുവിന് ഷോപ്പിങ്ങിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ പൊന്നു പോയിട്ടോ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ വണ്ടിക്കകത്ത് പൊന്നു പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും. അപ്പൊ ഞാൻ കുഞ്ഞു ബേബി ഇവിടെ ഇരിക്കും. എന്റെ ദൈവമേ, അമ്മ പോയപ്പോഴേക്കും എണീച്ചോടി. എണീച്ച് നോക്കുവാ ഞാൻ പിന്നെ പൊന്ന്. സ്കൈ ബേബി അയ്യോ, ഉറങ്ങുമായിരുന്നു കേട്ടോ. ഉറക്കത്തിന് മെല്ലെ എണീച്ചാ പൊന്നു പോയപ്പോഴേ കണ്ടോ. പൊന്നു അടുത്തുനിന്ന് മാറി അപ്പൊ പെണ്ണറിയും, എങ്ങനെയാന്ന് അറിയത്തില്ല. അമ്മ ഊജി വരൂട്ടോ. ഇരി കുഞ്ഞിപ്പെന്നെ, എത്ര നേരമായിട്ട് നമ്മൾ അമ്മേനെ കാറ്റിരിക്കുന്നു. അമ്മ എവിടെ പോയിരി? കുഞ്ഞിപ്പെണ്ണ് ഞാൻ ഓരോന്ന് പറഞ്ഞപ്പോ സമയം പറയാട്ടോ. പൊന്നു ഇതായിട്ട് വന്നിട്ടില്ല. കുറെ നേരെ പൊന്നു പോയിട്ട്. എന്താണെന്ന് അറിയത്തില്ല. എന്തായിരിക്കും? അമ്മ എവിടെ പോയതായിരിക്കും? അപ്പൊ കൂട്ടുകാരെ, പൊന്നു നാട് എത്തിട്ടോ. പൊന്നു നാട് ഒരു കവർ നിറച്ച സാധനമൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. 3000 രൂപ സാധനങ്ങളായിട്ട് ഒരു കവർ നിറച്ചും. മുട്ടയുണ്ട്. പൊന്നു കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ കുഞ്ഞിന്റെ പാസ്പോർട്ടിന്, അതിന്റെ സന്തോഷത്തിൽ പൊന്നു വാങ്ങിയതാട്ടോ. മധുരം എന്താ സന്തോഷത്തിന് മധുരം നൽകുന്നില്ലേ പറയാ അല്ലേ? മുട്ടയുണ്ട്. മുട്ട പൊരിച്ച് തിന്നാന്. എന്റെ മോനെ, ക്യാബേജ്, തോരൻ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇല്ലാടി തന്നെ. വാ എന്റെ കൂട്ടുകാരെ, എനിക്ക് വാഷ്റൂമിൽ പോണം കേട്ടോ. ഇവിടെ എവിടെയും പബ്ലിക് ആയിട്ടുള്ള വാഷ്റൂം ഇല്ല. അപ്പൊ നമ്മൾ എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോ മക്ഡൊണാൾഡ്സ് പോലെ, മക്ഡൊണാൾഡ്സോ KFCയോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, മക്ഡൊണാൾഡ്സോ KFCയോ അങ്ങനെയുള്ള സ്ഥലത്തായിട്ടോ നമ്മൾ പോകുക.
അല്ലാണ്ട് പബ്ലിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. അടുത്ത് മക്ഡൊണാൾഡ്സ് ഉണ്ട്, പക്ഷേ ഇത് കണ്ടോ ഇതിനൊരു പാർക്കിംഗ് ഇല്ല സ്ഥിരമായിട്ട്. ഇവിടെ മെയിൻ റോഡിന് ബസ് ഹൈവേന്ന് നേരെ ഉള്ളത്. അപ്പൊ ഇച്ച മാറി അപ്പുറ സൈഡിലാണ് നിർത്തിയിട്ടേക്കുന്നത്. ഞാനിവിടെ വന്നു. അപ്പൊ കൂട്ടുകാരെ, ഇതാ ഞാൻ മഴ പെയ്ത് തുടങ്ങിയിട്ടോ. ഇവിടെ ഞാൻ ടൗണിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചയും കുഞ്ഞിപ്പെണ്ണും അവിടെ വണ്ടിയിലാണുള്ളത്. നമ്മുടെ പാർക്കിങ്ങിനാണേലും ഒരു സ്പേസ് ഇല്ല. ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഭയങ്കര കുറവായിട്ട്. നമ്മുടെ നാട്ടിൽ അതൊക്കെ വെച്ചേക്കുമ്പം പഞ്ചായത്തിൽ നിന്നൊക്കെ പബ്ലിക്കായിട്ട് ഇതൊക്കെ അനുവദിച്ചിട്ടില്ലേ, ഗവൺമെന്റിന്റെ വക ശൗചാലയം അതൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞോടാ, നീ പോയപ്പോഴേ കടന്നിട്ട് ഉറങ്ങിയില്ലായിരുന്നോ? അവൾ എണീച്ച് നീ പോകുമ്പോ അപ്പ എണീക്കുന്നേ. പൊന്ന് പോകുമ്പോ അപ്പ തന്നെ കുഞ്ഞെണീ. കുഞ്ഞിനെന്തോ സെൻസർ വെച്ചേക്കുന്ന പോലെ കേട്ടോ. എന്റെ മോനെ മഴ മഴ ക്ലാസ് ഏറ്റെടുത്തേ. മഴ പെയ്യുന്നുണ്ടെന്ന്. കുഞ്ഞിപ്പെണ്ണ് ഇഷ്ടായിട്ടുണ്ടാവല്ലോ. കുഞ്ഞിപ്പെണ്ണിന് കാറ് നിർത്തുന്നതിന് പരാതി. ഇത് വണ്ടി എടുത്തപാട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നില്ല. എന്നത് ഞാൻ പറയുന്നൊന്നും അങ്ങ് ബോധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ആൾക്കാർ താമസിക്കുക. അതാണ് സ്ട്രീറ്റുകളാണ് കേട്ടോ. ഓരോ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ മൊത്തം വീടുകൾ ഒറ്റ ഒരു കെട്ടിടം പോലെ ഇങ്ങനെ തോന്നും. പക്ഷെ അത് മൊത്തം ഓരോ ഡോർ ഓരോ വീടുകളാണ് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ സ്വന്തമായിട്ട് എന്താ ഒരു വീട് ഓരോ വീടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് അല്ല. ഒറ്റ ബിൽഡിങ്ങിൽ ഓരോ റൂം പോലെ അതിനുള്ളിൽ ഓരോ വീടുകളാണ്. അങ്ങനെയാണ് പിന്നെ അല്ലെങ്കിൽ ഈ ഇങ്ങനെ കുറച്ചും കൂടി ഉൾപ്രദേശമാണെങ്കിൽ തനിയെ ഒരു വീടൊക്കെ വെച്ച് നിൽക്കാം അല്ലേടാ. പ്രദേശം വെച്ചാല് കുറച്ചുകൂടെ പല രീതിയിലുള്ള, പക്ഷെ മെജോറിറ്റി ഇങ്ങനെ സ്ട്രീറ്റുകളാട്ടോ വീടുകളാണ്. ഇതിന്റെ ഒക്കെ പുറകിൽ ചിലപ്പോ ഗാർഡൻ ഉണ്ടാവും ചില വീടുകൾക്ക്. ചില വീടുകൾക്ക് ഗാർഡൻ ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ക്യാരവാൻ പുറത്തുണ്ട്. നമുക്ക് ഇനി പോയിട്ടാണ് ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ടാക്കണം, അതുപോലെ തന്നെ കറി ഉണ്ടാക്കണം. പിന്നെന്താ ഉണ്ടാക്കണ്ടേ? ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം. വീട്ടിലുണ്ടാക്കണല്ലോ. കറി ഉണ്ടാക്കണം. ആ, ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അപ്പൊ പോർക്കുണ്ട്, പോർക്ക് വരട്ടണം. കൊറേ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുറച്ച് കഴിച്ചാൽ പോരെ, നല്ല രസമല്ലേ? കഴിക്കുന്നവരെ ഞങ്ങൾ രണ്ടുപേരും നല്ല പോലെ കറി കൂട്ടുന്നവരാട്ടോ. 2-3 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ആ, അപ്പൊ എന്തായാലും വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പോയി പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എപ്പത്തേക്കാ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നിയില്ലേ ചേ? ഭയങ്കര പറയുമ്പോ ഭയങ്കര എന്താ അവിടെ ഇന്ത്യൻ ഓഫീസ് ഭയങ്കര അങ്ങനെ ഇങ്ങനെയോ. ആ, ഇവിടെ നമ്മളിപ്പോ പോയെടുത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അവര് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. ബെർമിംഗാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. പോയിട്ട് വന്നു. ഇനിയിപ്പോ പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ, സമയം പോണു. എന്റെ മോനെ എന്തായി? എപ്പ തുടങ്ങിയ പരിപാടിയാണെന്നറിയാവോ? പോർക്കിട്ട് വരട്ടി അവന്. കുഞ്ഞിനാണെ പോർക്ക് കൂട്ടണം ഭയങ്കര. പോർക്ക് വരട്ടിയതില്ലേ, കറിയല്ല വരട്ടി. ഇതന്നെ കറും മുറാന്നിരിക്കണം. കുത്തരി ചോറും നാരങ്ങ അച്ചാറും മോര് കറിയും. ഇവിടെ നമുക്ക് പോർക്ക് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് എന്താണ് ഇങ്ങനെ മുറിച്ച് മാർക്കറ്റിന്ന് തരത്തിൽ ഒറ്റ പീസായിട്ട് വലിയൊരു കഷ്ണമായിട്ട് കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പൊ അത് നമ്മൾ തന്നെ ഇരുന്ന് ഇവിടെ നിന്ന് അരിഞ്ഞ് അത് 2 മണിക്കൂർ എടുത്ത് അരിഞ്ഞ് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് മസാലയും എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം ആവാനായി ഏകദേശം. പക്ഷെ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പത്തേക്കും അമ്മ ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും തീർന്നു കിട്ടുണ്ടോ സാധനം. മസാല നല്ല ഇനി മോരുകറിയും കൂടി ഉണ്ടാക്കി കുത്തരി ചോറിന്റെ കൂടെ സെറ്റ്. എന്റെ മോനെ തകൃതിയായിട്ടുള്ള മസാല പരിപാടിയാണല്ലോ. ഞങ്ങൾ ഇറങ്ങി ഓടേണ്ടി വരുമോ? നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഈ ക്യാരവാനിൽ കുക്ക് ചെയ്യുമ്പോണ്ടല്ലോ, നമ്മൾ ഈ ജനലെല്ലാം ഭയങ്കര ഓപ്പൺ ചെയ്തിടണം കേട്ടോ. വാതിലും ജനലൊക്കെ തുറന്നിട്ടേക്കുവാണ്. നല്ലോണം ഓപ്പൺ ചെയ്തിടണം. എല്ലാ വിൻഡോസും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സവോള അരിയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്നിലെ ജനലും തുറന്നിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അല്ലേ പിന്നെ കുഞ്ഞുകൂടെ ഉള്ളപ്പോ നമ്മൾ അങ്ങനെ അരിയല്ലോ അല്ലേ ചേ? പിന്നെ സവാള അരിയുമ്പോൾ നമ്മൾ അടുത്തൊരു ചെറിയ പാത്രത്തിൽ ഉപ്പ് വെക്കും, പൊടിയുപ്പ്. അപ്പൊ പൊടിയുപ്പ് വെക്കുമ്പോ സവാള അരിഞ്ഞ കണ്ണ് എരിയത്തില്ല കേട്ടോ. അതിന്റെ നീരങ്ങ് പരത്തില്ല, പക്ഷെ പടരത്തില്ല. അത് മൊത്തം ഉപ്പ് വെച്ചു. അപ്പം അതങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാമ്പോയിന്റെ കണ്ടുകൊടുത്താണ്. മസാലയായി. ചാറുണ്ടല്ലോ. ചാറ് വെക്കണം.
കുറച്ച് ചാറുള്ളൂ, വലിയായിട്ടൊന്നുമില്ല. ഇതാട്ടോ നമ്മുടെ, നിങ്ങൾക്ക് അറിയാലോ, ഇതാണ് നമ്മുടെ നോബിന്റെ, ഗ്യാസിന്റെ നോബൊക്കെ ഇവിടെ ആട്ടോ, ഇതിന്റെ ഉള്ളിലാണേ. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടു. ഇനിയാണ് കളികൾ. അല്ല കുഞ്ഞാ, ഇനി നല്ല വരണ്ട് വരണം. ആ സമയത്ത് ഇച്ച മോരുകറി വെക്കും. എന്ത് പറയണ കൂട്ടുകാരേ? സുഖാണോ? എനിക്ക് സുഖാണേ. പറയൂ പറയൂ, ഒട്ടണം പറയൂ. അതിൻ്റെ കൈ ഇപ്പോൾ വായിലേക്ക് കൊണ്ടോണേ. കണ്ടോ എന്താ പരിപാടിയാണ് കാണിക്കുന്നേ? അവൾ ഈ പുറത്തേക്ക് നോക്കി ഇല അനങ്ങുന്ന കണ്ടിട്ട് അതിനോട് അനങ്ങുന്ന ദേഷ്യം പിടിക്കുമെന്ന് നോക്ക്. ഓ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ. എന്നാ കുറച്ച് എന്റെ കയ്യില് താടാ. കണ്ടോ ഇപ്പൊ ഏകദേശം ഇങ്ങനെയാട്ടോ ആയിട്ടുള്ള. ഈ നല്ലോണം വരടണം, നല്ലോണം വരണ്ട് കഴിഞ്ഞാൽ കുത്തരിച്ചോറും കൂട്ടിയാലോ കുഞ്ഞാ. കുഞ്ഞാ എനിക്കിവിടെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു ഉമ്മ അങ്ങ് കൊടുക്കാൻ തോന്നുന്നു. ഞരടണം. അപ്പൊ ഇഷ്ടമായി ഞാൻ മസാജ് ചെയ്യുന്നു. മസാജ്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പോർക്ക് റോസ്റ്റ് വരുവായിട്ടുണ്ട്, നല്ല മോരുകറി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിക്കാം, അല്ല കുത്തിരിച്ചോറും കൂട്ടി കഴിക്കാം. പൊന്നു കൂട്ടുകാരേതോ നല്ല സൂപ്പർ കറിയും റെഡി, കറിയും നല്ല മോരുകറിയും കുത്തിരിച്ചോറും നാരങ്ങച്ചാറും എല്ലാം സെറ്റ്. അപ്പൊ ഞാൻ കഴിച്ചാൽ കേട്ടോ. അപ്പൊ അതിനെ കുഞ്ഞിപ്പെണ്ണിന് നമ്മൾ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ കഴിക്കുന്നത്? കുത്തിരിച്ചോറും നല്ല മോരുകറിയും നാരങ്ങച്ചാറും. ഓർക്കണട്ടോ വലുതാകുമ്പോ. കുഞ്ഞേ അമ്മ തിന്നട്ടെ. അപ്പൊ അവള് ഹാപ്പി, ഞാൻ ഹാപ്പി, ഇച്ച ഹാപ്പി. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കൂട്ടുകാർ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? വയറ് പറഞ്ഞോട്ടെ എന്റെ പൊന്നു കുഞ്ഞാ, മത്തേറിയുടെ തലക്ക്. കുറച്ച് കഴിക്കണം. നല്ലോണം വിശന്നായിരുന്നു. പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല വിശപ്പായിരുന്നു. എന്നാലും ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായി. സ്കൈ വേവ് ആണ് കിടന്ന് ഉറങ്ങി. എന്തിയെ കുഞ്ഞിപ്പോ നല്ല ഉറക്കത്തിലാട്ടോ. ഡൺ പറഞ്ഞാട്ടോ ഉറങ്ങുന്നേ. അപ്പൊ ഇനി നമുക്ക് കമന്റ്സിന് റിപ്ലൈ കൊടുക്കാം. അപ്പൊ ഇപ്പോൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ കമന്റ്സിനൊക്കെ റിപ്ലൈ തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഓരോ കമന്റ്സും ഞങ്ങൾ ഇപ്പൊ റിപ്ലൈ തരാൻ പോവാ. ഞാനും തരും, ഇച്ചയും തരും. ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. എന്ത് കണ്ടു ഇവിടെ? അത് എന്നപ്പ കണ്ടേ? എന്റെ ദൈവമേ, ഒരു മാഞ്ഞാനോ കണ്ടേ? എന്റെ കൊമ്പുള്ള മാനാണോ? ഞങ്ങളിങ്ങനെ രാത്രി ഉണ്ടല്ലോ, രാത്രി ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ മേലെ കാണിച്ചു കൊടുക്കും കേട്ടോ. എന്റെ കൂട്ടുകാരെ ഇന്നലെ രാത്രി വമ്പ കോമഡി ഉണ്ടായിട്ടോ. എടാ എന്റെ മുടി കെട്ടിച്ചേ. ഉറക്കണിച്ചിട്ട് ഇത് തമ്പുരാട്ടിമാരൊക്കെ ചെയ്യൂലേ, പണ്ടത്തെ തമ്പുരാട്ടിമാരൊക്കെ ഇങ്ങനെ മുടി കെട്ടി വെക്കൂലേ, അന്തർജനം. അപ്പൊ ഇന്നലെ രാത്രി എന്തായിരുന്നു വെച്ചാല്, രാത്രി കുഞ്ഞിപ്പെണ്ണിന്റെ ഒപ്പിടണമായിരുന്നു. പാസ്പോർട്ടിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ തമ്പ് ഇംപ്രഷൻ എടുക്കണമായിരുന്നു. നമ്മുടെ ഫിംഗർ പ്രിന്റ് ഇല്ലേ, കൈ തമ്പ് വെച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് രാത്രി പാതിരാത്രി 2-2:30 ആയിട്ട് കടന്നപ്പോ അമർത്തിയിട്ട് വെക്കുന്ന സാധനം ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മളൊരു പേന പേപ്പറിലെടുത്ത് കറുത്ത മഷി പേന പേപ്പർ വരച്ച് പെണ്ണുണ്ടോ വിരള് തരുന്നു മുറുക്കി പിടിച്ചു മുറുക്കി പിടിച്ചേക്കല്ലോ. തമ്പ് ഉള്ളില് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നു. പെണ്ണെന്താ എന്റെ അപ്പന്റെ കയ്യിലെന്താ പൂത്ത കാശാന്ന് പറഞ്ഞിരിക്കുവല്ലേ. തരില്ലടാ, ഞാൻ തരില്ല. എന്നിട്ടാണെങ്കിൽ എന്റെ പൊന്നെ ഞങ്ങളാണ് ഏറ്റവും അവസാനം തമ്പിപ്രശ്നം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അത് ശരിയായില്ല. അത് ജസ്റ്റ് കുഞ്ഞ് മറുകു പോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒത്തിരി കഷ്ടപ്പെട്ടോ തമ്പ് ഇംപ്രഷൻ എടുക്കാൻ വേണ്ടിട്ട്, ഫിംഗർ പ്രിന്റ് എടുക്കാൻ വേണ്ടിട്ട്. ചുളിയാൻ പാടില്ല, നല്ല നീറ്റായിട്ട് വേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പാസ്പോർട്ടിന്റെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കടന്നപ്പോ എല്ലാം ഫില്ല് ചെയ്ത് കടന്നപ്പോ ഇന്നലെ രാത്രി ഒരുപാട് നേരം, ഒരു 3-3:30 ആയിട്ട് വെളുപ്പിലാണ് വീഡിയോ എഡിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്നലത്തെ വീഡിയോ ഒക്കെ വന്നത്. അപ്പൊ ഫോണൊക്കെ താഴെ ചാടിപ്പോയായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണം എന്നാണ്ട് കുറച്ചു മുന്നേ ഫുഡും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോ നല്ലോണം കടന്നു ഇറങ്ങി. കുഞ്ഞിപ്പണ്ണി ചവിട്ടി എണീപ്പിച്ചപ്പോഴാണ് എണീച്ചത് കേട്ടോ. അപ്പൊ കൂട്ടുകാർ ഇപ്പൊ പാതിരാത്രി
പാതിരാത്രിയായി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയായിരുന്നു. നമ്മളെന്തായാലും പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി അപ്പൊ എന്തായാലും പാസ്പോർട്ടിനും ബർത്ത് സർട്ടിഫിക്കറ്റിനും വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും അല്ലേ? കാത്തിരിപ്പ് നീയാ കാത്തിരിക്കേണ്ടത്, നിനക്കാ കാത്തിരി, ഞങ്ങൾക്കൊക്കെ ഉള്ളതാ കേട്ടോ. ടാറ്റാ. അപ്പൊ കൂട്ടുകാരെ, അത്രയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.